എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് ചെറിയ മഴ ആഗ്രഹിച്ചിരുന്ന നമുക്ക് കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാട്ടിലുടനീളം തീവ്ര മഴ ലഭിച്ചു വരുന്ന ഒരു കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയും കാറ്റുമായിരുന്നു. കാലാവസ്ഥയിൽ പെട്ടെന്ന് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലെല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ വായുടെ രുചിയൊക്കെ മാറിയിട്ട് നമുക്ക് എന്തെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ അല്ലെങ്കിൽ എരിവുള്ളത് കഴിക്കാനൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടക്കറിക്ക് ഗ്രേവി ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിരുന്നു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും മുട്ടക്കറിയുമാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ മുട്ടക്കറിക്കുള്ള സവാള റെഡിയാക്കിയപ്പോൾ അതിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ റോസ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. മഴയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ റോസ ചെടിയുടെ ചുവട്ടിൽ ഈ സവാളയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ ചെടി നന്നായിട്ട് പൂക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് പോയി. അപ്പോൾ അവിടെ വഴുതനങ്ങ വിളവെടുക്കാനായിട്ട് പാകമായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാകമായ വഴുതനങ്ങയൊക്കെ വിളവെടുത്തു. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന പച്ചക്കറി ആയതുകൊണ്ട് അതിൻ്റെ അളവ് എത്ര കുറവാണെങ്കിലും നമ്മളത് മാക്സിമം ഫ്രഷ് ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ നോക്കും. ഈ സമയത്ത് നമുക്ക് കൂടുതൽ ചക്കയും മാങ്ങയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുതന്ന ചക്കയാണ്. അപ്പം നമുക്ക് ചക്ക വെച്ചിട്ട് ചക്കയുടെ പായസം നമ്മൾ തയ്യാറാക്കി. 2 വർഷം മുൻപ് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ ഓണത്തിൻ്റെ സമയത്ത് വന്നപ്പോൾ ഇൻസ്റ്റൻറ്റ് ചക്കയുടെ പായസം മിക്സ് കൊണ്ടുവന്നിരുന്നു. അന്ന് ആ പായസം വെച്ചപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമുക്ക് നല്ലതായിട്ട് തന്നെ ചക്കയുടെ പായസം റെഡിയായി കിട്ടി. മറ്റൊരു വീഡിയോയിലൂടെ ചക്കയുടെ പായസത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. പനിയായതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചോറൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയും വഴുതനങ്ങ മെഴുക്കുവരട്ടിയും നാരങ്ങ അച്ചാറും പിന്നെ കണ്ണിയില വറുത്തതും കൂടെ വെച്ചു. അങ്ങനെ നമ്മൾ ഒരു ചെറിയ പൊതിച്ചോറൊക്കെ റെഡിയാക്കി അത് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ കരാട്ടയുടെ ബെൽ ടെസ്റ്റ് ഉള്ള ദിവസമാണ്. വൈകുന്നേരം 4:30 ആകുമ്പം നമുക്ക് ടെസ്റ്റിനായിട്ട് പോകണം. കരാട്ടെ ക്ലാസ് ഉള്ള ദിവസവും അതുപോലെ ടെസ്റ്റ് ഉള്ള ദിവസവും ഒക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കറക്റ്റ് 1 മണിയായപ്പോൾ തന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊതിച്ചോറൊക്കെ എടുത്തു. പനി പിടിച്ചിരുന്നതിനാൽ തന്നെ നമ്മളുടെ സ്മെല്ലും അതുപോലെ രുചിയും ഒക്കെ നമുക്ക് കുറവായിരുന്നു. എന്തായാലും നമ്മുടെ പൊതിച്ചോറ് നമുക്കിന്ന് കഴിക്കാം. വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ച് ചോറും കറികളും ഒക്കെ കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ ശബ്ദം കേട്ട് പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു അടയ്ക്കാമരം മറിഞ്ഞു വീണിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അവിടെ ഈ മരത്തേലും കൂടെ കെട്ടി ഉറപ്പിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടി താഴെ വീണു. പിന്നെ അതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. വൈകുന്നേരവും നല്ല മഴയായിരുന്നു. അതിനുശേഷം നമ്മൾ കരാട്ടെ ടെസ്റ്റിനൊക്കെ പോയി. അങ്ങനെ ബെൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 3rd ബ്രൗൺ ബെൽറ്റിലേക്ക് മാറി. ടെസ്റ്റൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ വീട്ടിലെത്തി. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ പായസമൊക്കെ കഴിച്ചു. ഇന്ന് കരാട്ടെ ടെസ്റ്റ് വളരെ നല്ലതായിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാര്യം അതുപോലെ നന്നായിട്ട് നമുക്ക് പനിയുണ്ടായിരുന്നു. എന്നാലും അതൊക്കെ നമുക്കിന്ന് നന്നായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇന്ന് വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.